യെസ്, വെൽക്കം ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ്. ലിറ്റ്മസ് ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു ആരിഫ്, താങ്ക് യു. യെസ്, അപ്പോൾ ഒരു ആമുഖം എന്നോണം ചെറിയൊരു കാര്യം പറയുകയാണ്. വിഷയമെന്ന് പറയുന്നത് ഈ ആളെ കൊല്ലും ആധുനിക വൈദ്യം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ആബി അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. എന്താണ് അതിലേക്ക് എത്താനുണ്ടായ കാരണം, സാഹചര്യം, ഇതൊക്കെ വഴിയെ നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ലിറ്റ്മസ് എന്ന് പറയുന്നത് ഈ വരുന്ന ഒക്ടോബർ 19 എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന അവരെല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഏത്തീസ്റ്റുകളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളുടെ ഒരു സമ്മേളനമാണ്. 10,000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ തവണയും ഏതാണ്ട് അതിനോടടുത്ത് തന്നെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അതൊരു വലിയ വിജയമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യുക, മുന്നോട്ട് വരിക. അത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാവിലെ 8:30 തന്നെ എല്ലാവരും എത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം. 8:45 പരിപാടികളെല്ലാം തുടങ്ങും. അത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കിടക്കാം, നമ്മൾ അതിഥിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആബി, എന്താണ് ലിറ്റ്മസുമായിട്ടുള്ള ഈ ഒരു അനുഭവം പങ്കുവെക്കാനുള്ളത്? എന്ന് മുതലാണ് ഈ ബന്ധമൊക്കെ തുടങ്ങിയത്? ലിറ്റ്മസ് ആയിട്ടുള്ള എൻ്റെ ഒരു മേജർ അനുഭവം എന്ന് പറയുന്നത്, ലിറ്റ്മസ് ആണ് എനിക്ക് ആദ്യമേ തന്നെ ഇതര വൈദ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തന്നത്. അതൊരു വലിയൊരു എന്താ പറയുക, ഒരു കിക്ക് സ്റ്റാർട്ട് ആയിരുന്നു. നമ്മൾ ഈ സൂഡോ സയൻസ്, ഈ കപട ശാസ്ത്രത്തിനെതിരെ സംസാരിക്കുന്നത് കൂടുതലും ചെറിയ ചെറിയ ചാനൽസിലായിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് പുറമെ ഒരു പബ്ലിക് വെന്യൂവിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ആദ്യമേ ചാൻസ് തന്നത് എസൻസ് ഗ്ലോബലും ഈ ലിറ്റ്മസിലായിരുന്നു. അപ്പൊ അന്നാണ് അതെ, ലിറ്റ്മസിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ടോക്ക്. അപ്പം ആളെ കൊല്ലും ആയുർവേദം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും പച്ചമരുന്നുകളുടെ അത്ഭുത ലോകം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കൊക്കെ ഞാൻ ലിറ്റ്മസിലാണ്, ഈ എസൻസ് ഗ്ലോബലിന്റെ വേദിയിലാണ് ഞാൻ ആദ്യമേ അത് സംസാരിച്ചത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ലിബറേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഇത്രയും നാളും നമ്മൾ കുറെ റിസർച്ചും കാര്യങ്ങളും നമ്മുടെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ OPD-യിൽ ഒതുക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയൊരു വേദി ഒരുക്കി തന്നത് ലിറ്റ്മസ് ആയിരുന്നു. അങ്ങനെ നമുക്കൊരു കോളർ ഉണ്ട്, കോളറിലേക്ക് പോവാം. ഓക്കെ, ഫാരിസ്. യെസ്, ഡോക്ടർ ആബി ഉണ്ട്. കമന്റ് കണ്ടു കാണുമെന്നോ? എന്തായിരുന്നു കമന്റ്? പറഞ്ഞോളൂ, നേരിട്ട് സംസാരിച്ചു. പലതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ക്യാൻസറിൽ തന്നെ തുടങ്ങാം. അതായത് എന്റെ മദറിന് ക്യാൻസറാണ്. ഒന്ന് ചുരുക്കി പറയൂ, നിങ്ങളൊന്ന് കണ്ടൻസ് ചെയ്തിട്ട് ഒരു ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചോദിക്കും. നമുക്ക് അധികം സമയം ചുരുക്കി തന്നെ പറയത്തുള്ളൂ സാർ. അത് ഈ പറയുന്ന പോലെ പിൻഡുലർ നട്ടലിനോട് അവിടെ ഉള്ള ക്യാൻസറാണ്. അപ്പൊ ഞങ്ങൾ ഷിമോഗയിൽ പോയായിരുന്നു. ഇത് ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും അടുത്തുള്ളവരോ മറ്റുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയാ. ഷിമോഗയില് ഇതിനുള്ള മരുന്നുണ്ട്. ആ പൊടി വാങ്ങിക്കുക, അത് കഷായം ഉണ്ടാക്കുക, കഴിക്കുക. Your disease can be cured by within yourself only. നിങ്ങൾ അതിന്റെ പരസ്യമായിട്ട് ഇറങ്ങിയതാണ്? ഇല്ല, ഞാനത് അതിന്റെ സാക്ഷിയായിട്ടേ ഉള്ളു. അപ്പൊ ഉണ്ടല്ലോ ഷിമോഗ അല്ലേ, ഷിമോഗ ആള് മരിച്ചുപോയി. അന്ന് അവിടുത്തെ ആ കപട വൈദ്യം മരിച്ചുപോയി. ആ പ്രായമുള്ള ആള്, അയാളുടെ മക്കളായിരിക്കും. അയാളെന്ന് പറഞ്ഞ അത് ആയുർവേദം പോലും അല്ല. പറയട്ടെ, പരമ്പരാഗത വൈദ്യന്മാരാണ്. ആയുർവേദക്കാര് വരെ കപട വൈദ്യന്മാരെന്ന് വിളിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കണം എനിക്കറിയില്ല. ആയുർവേദക്കാരെ വിളിക്കുന്ന കപട വൈദ്യന്മാരാണ്. അപ്പം ഈ ഷിമോഗയുടെ പറയുമ്പോഴേ 2016 ഈ ഷിമോഗയില് എന്റെ 2 രോഗികള് ലിവർ ക്യാൻസർ ആയിട്ട് പോയിട്ട് ഈ പറയുന്ന സാധനം കഴിച്ച് എന്റെ അടുത്ത് വന്ന് 2 മാസത്തിനുള്ളിൽ പാലിയേറ്റീവ് കെയറിലോട്ട് മാറി മരണപ്പെട്ട ഒരു സംഭവം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടുകയുണ്ടായി. ഈ കൊടുത്ത ഈ പറയുന്ന ഈ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് സ്റ്റെറോയിഡും വേറെ പല മോഡേൺ മെഡിസിൻസും കണ്ടതായി ഞാനത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പോയെന്ന് അവർക്ക് ഉറപ്പുണ്ടോ? കാരണം അവിടെ ഒരുപാട് കപടതകളും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇയാള് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഭയങ്കര കഷ്ടം തന്നെയാണ്. നട്ടൽ എന്ത് ക്യാൻസർ ആയിരുന്നു? പേരെന്ന് പറയോ? ഇല്ല, സ്വന്തം അമ്മയുടെ അല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. പിന്നെ ആരുടെ? അതെ അതെ, സ്വന്തം അമ്മയുടെ. സ്വന്തം അമ്മയുടെ ക്യാൻസർ അറിയത്തില്ലേ? പേരൊന്ന് പറയോ?
സ്വന്തം അമ്മയുടെ ക്യാൻസർ അറിയാം, സ്വന്തം അമ്മയുടെ RCC കൊണ്ടുപോയിട്ട് മറ്റേ കീമോതെറാപ്പി ചെയ്തിട്ട് അയാൾ അനുഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം കരഞ്ഞോണ്ട് അവരെ കുഴി കൊണ്ടാക്കണ്ടല്ലോ. ജീവിക്കുന്നെങ്കിൽ ജീവിക്കുന്നത് സന്തോഷത്തോടെ ഉള്ള സമയത്ത് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കഷായം കൊണ്ട് കൊടുത്ത് നിങ്ങളുടെ പുള്ളിക്കാരി സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നത്. നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒന്ന് സമാധാനിക്കുക. ഓക്കെ, താങ്കൾ ഒന്ന് ചില്ലാവ്, എന്നിട്ട് പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക. താങ്കൾ അങ്ങോട്ടും ജില്ലാവുക, നമ്മൾ ജില്ല തന്നെയാണ്. അങ്ങോട്ട് മാറും. എന്ത് ക്യാൻസർ ആണെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് സ്റ്റേജ് അത് കുറെ നാളായില്ലേ സാറേ, അതിന് ആയിരുന്നു? ഓർമ്മയില്ല. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ റിപ്പോർട്ട് എടുക്കും, വെയിറ്റ് ചെയ്തോളാം. റിപ്പോർട്ട് എടുക്കും. വീട്ടിലല്ലേ? റിപ്പോർട്ട് എടുത്തിട്ട് അതെ റിപ്പോർട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ അതെ, നിങ്ങൾ ഡയഗ്നോസിസ് എന്താന്ന് പറയൂ. അത് ഏത് സ്റ്റേജ് ആയിരുന്നു എന്ന് പറയൂ. അത് മെറ്റാസ്റ്റാസിസ് ഉണ്ടായിരുന്നു എന്ന് പറയൂ. അതില് 2 സ്റ്റേജേ ഉള്ളൂ. ഒന്ന് ഇനിഷ്യൽ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ്, അങ്ങനെ കണ്ടേ ഉള്ളൂ. 2 സ്റ്റേജുള്ള ക്യാൻസർ, അല്ല 4 മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ശരി. അപ്പൊ ഈ ഏത് സ്റ്റേജിലാണ് അവിടെ കൊണ്ടുപോയത്? ഇനീഷ്യൽ സ്റ്റേജിലാണോ ലാസ്റ്റ് സ്റ്റേജിലാണോ? ഭയങ്കര അറിവുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അല്ല, താങ്കളുടെ അറിവ് കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതാ ചോദിച്ചത്. പഠിക്കണല്ലോ. കാരണം അവിടത്തെ പുള്ളിക്കാരൻ സർജറി ചെയ്ത കിംസിലാ. വേണമെങ്കിൽ കിംസിലെ ഡോക്ടറിന്റെ പേരും കൂടെ പറയാം. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്ലല്ല, എന്താ പറഞ്ഞ സർജറി ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അതെ, സർജറി ചെയ്തിട്ടാണ് ഈ സാധനം കഴിച്ചത്. സർജറി ചെയ്തിട്ട് ബയോപ്സിക്ക് അയച്ചു. പുള്ളി പറഞ്ഞ് കീമോതെറാപ്പി. സർജറി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് കഴിച്ചത്? മൊത്തം പറഞ്ഞോട്ടെ. അല്ല, സർജറി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ കഴിച്ചതെന്ന് അറിഞ്ഞാൽ മതി. മൊത്തം പറഞ്ഞോട്ടെ. സർജറി കഴിഞ്ഞിട്ടാണോ ഇത് കഴിച്ചത്? പറയൂ. പറഞ്ഞ വരെയാണല്ലോ. പറയൂ. ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞിട്ടാണോ ഇത് കഴിച്ചത്? ഞാൻ പറഞ്ഞു വരെയാണല്ലോ സാർ. ആണോ അല്ല? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഞാൻ പറഞ്ഞു വരെയല്ലേ അതെല്ലാം. യെസ് ഓർ നോ? യെസ് ഓർ നോ എല്ലാം. സർജറി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഷിമോഗ പൊടി കഴിച്ചത്? പറഞ്ഞു വരെയാണ്. കേൾക്കുന്നില്ല. നിങ്ങളെ ഈഗോ നിങ്ങളെ സമ്മതിക്കുന്നില്ല. ഈഗോ ഒന്നുമല്ല, നമ്മൾ കാര്യമായിട്ട് ഒരു കാര്യം നിങ്ങൾ വെറുതെ വളച്ചു നീട്ട്. ഞാൻ മൊത്തം പറഞ്ഞ എന്നെ സമ്മതിക്കൂലേ? എന്നാ വേഗം പറയും. യെസ് ഓർ നോ വന്നിരിക്കണം. അതായത് എല്ലാം ഉണ്ട് അതി. അതായത് സർജറി ചെയ്തു, നട്ടല്ല അവിടുത്തെ ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നു പറഞ്ഞ് സർജറി ചെയ്തു. ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. സ്പിൻഡുലാർ എന്തോ അങ്ങനത്തെ എന്തൊരു സാധനമാണ്. അപ്പൊ അത് ബയോപ്സിക്ക് അയച്ചു. കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. കീമോതെറാപ്പിക്ക് പോകാതെ ഞങ്ങൾ പോയി വാങ്ങിച്ചു കൊടുത്ത മരുന്നാണ്. അപ്പൊ സർജറി കീമോതെറാപ്പി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, നിങ്ങൾക്കും അറിയാം, കീമോതെറാപ്പി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ചുറ്റുപാടുള്ളവർക്കും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. എന്തൊക്കെ കണ്ടീഷൻസിലാ കീമോതെറാപ്പി ചെയ്യാറ്? സന്തോഷത്തോടെ ജീവിക്കോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. അതെ, എന്തൊക്കെ കണ്ടീഷൻസിലാ കീമോതെറാപ്പി ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരാറ്? എന്തിനാ പറയൂ. ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിൽ മാത്രമേ ഉള്ളൂ? പിന്നെ വേറെ എല്ലാ ക്യാൻസറിലും കീമോതെറാപ്പി കൊടുക്കാറില്ല. കീമോതെറാപ്പി പറഞ്ഞായിരുന്നു. നിങ്ങൾ ഡയഗ്നോസിസ് പറയൂ, ഏതാ സ്റ്റേജ് എന്നും പറയൂ. അപ്പോൾ പറയാതെ ചെയ്ത സർജറിയെ സ്പെസിഫിക്സിലോട്ട് പോവാതെ ഓവറോൾ ആയിട്ട് ചിന്തിക്കും. ഓവറോൾ അല്ല, നമ്മൾ സ്പെസിഫിക് ആണ്. നമ്മൾ മെഡിസിനിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തൊരു വലിയ കാര്യം ആയുർവേദവും കൂടെ വായിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ബാക്കിയെ മറ്റേനെ പറ്റി ചിന്തിക്കും. ഒന്ന് ആയുർവേദത്തിൽ 2 എണ്ണം പറഞ്ഞു കൊടുക്കും. അല്ല, ഈ സർജറി ചെയ്തതേ ഒരു R0 റിസെക്ഷൻ. നിങ്ങളൊന്ന് കേൾക്കൂ സുഹൃത്തെ, നിങ്ങൾ പറയുന്നതിന് ഉത്തരം പറയുന്നത് കേൾക്കൂ. സുഹൃത്തെ, നിങ്ങൾ പറയുന്നതിന് തിരിച്ചു പറയുമ്പോ കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. ഓക്കെ, നിങ്ങൾ പറയുന്നത് കേൾക്കൂ. അപ്പൊ ഇതിപ്പോ ഞാൻ ഇയാൾക്ക് വേണ്ടി പറയുന്നതല്ല, ബാക്കിയുള്ള ആൾക്കാരോട് കേൾക്കാൻ പറയുന്നതാണ്. ഈ R0 റിസെക്ഷൻ ഒരു സംഭവം ഉണ്ട്. അതായത് ചില ക്യാൻസേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുള്ളി റിസെക്ട് ചെയ്ത് മാർജിൻസ് ഫ്രീ ഓഫ് ട്യൂമർ ആണെങ്കിൽ അത് ക്യൂറേറ്റീവ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ അങ്ങനത്തെ ട്യൂമേഴ്സിൽ യൂഷ്വലി കീമോതെറാപ്പി കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഓപ്ഷണലാണ്. അത് അഡ്ജുവന്റ് അല്ലെങ്കിൽ നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറയുന്ന സംഭവമാണ്. അത് വേണോ വേണ്ടോ എന്നുള്ളത് ഓപ്ഷണലാണ്. അപ്പം മിക്ക ഇങ്ങനത്തെ ട്യൂമേഴ്സിലും യൂഷ്വലി സർജറി എന്ന് പറയുന്നത് തന്നെ ക്യൂറേറ്റീവ് ആണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സർജറി ചെയ്ത സാധനം പുറത്താക്കിയിട്ട് ഇയാൾ പോയിട്ട് ആ കവടശാസ്ത്രകാരന്റെ കുറെ പൊടി എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞാൽ അത് കാരണമാണ് കീമോതെറാപ്പി ഇല്ലാതെ ശരിയാന്നൊക്കെ പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതും നടക്കുന്നത് ഈ കൂടുതലും ഹെൽത്തിനെ പറ്റി മെഡിസിനെ പറ്റി അറിയാത്ത ആൾക്കാർ. അല്ല, ഇതാണ് ടിപ്പിക്കൽ ഈ പറയുന്ന ആളെ കൊല്ലും ആധുനിക വൈദ്യം എന്ന് പറയുന്നതിന്റെ ഒരു പ്രമിസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ആ ഡോക്ടർ ക്ലിയർ ആയിട്ട് ഈ പേഷ്യൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്താണ് ഈ സംഗതി എന്നുള്ളത്. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരിതിലേക്ക് പോകുന്നു. ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഇവർ പറയുമ്പോൾ നമ്മൾ ഇതിനെ മറിച്ചുള്ള അനുഭവം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഇതേ സാധനം ഇതേ പൊടി കഴിച്ച് സ്റ്റിറോയിഡ്സും അതും ഇതൊക്കെ കഴിച്ച് കരളടിച്ച് പോയി ഇവിടുന്ന് കാറ്റ് പോകുന്ന ആളുകളുടെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. ആ അനുഭവം ഇവർ എടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ മിക്കവാറും സ്പിൻഡിൽ സെൽ കാർസിനോമ ആയിരിക്കും, അല്ലെ സ്പിൻഡിൽ സെൽ ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് ഉണ്ട്. ഈ കൂടുതൽ നട്ടിൽ വരുന്നത് വെർട്ടിബ്രൽ ട്യൂമേഴ്സ്.
സ്പിൻഡിൽ സെൽ ട്യൂമേഴ്സ് യൂഷ്വലി വളരെ സ്ലോ ഗ്രോയിങ് ആൻഡ് അത്ര വലിയ അഗ്രസീവ് അല്ല. അത് യൂഷ്വലി ഇങ്ങനത്തെ ഈ സർജിക്കൽ ട്രീറ്റ്മെന്റ്സിൽ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാവുന്നതാണ്. അതാണ് ഇദ്ദേഹം സ്പിൻഡിലാർ എന്ന് പറയുന്നത്. മിക്കവാറും അത് സ്പിൻഡിൽ സെൽ ആയിരിക്കും, വിച്ച് ഇസ് ഈസിലി മാനേജബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എവിഡൻസ് എടുത്തല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എവിഡൻസ് പോകുന്നിടത്തേക്ക് പോവുക എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വഴിക്ക് പോകുന്നു. സോ അതാണ് അതിലെ കാര്യം. ഈ തരം എന്താണ് ആളുകൾ വിശ്വാസം ഇതിലേക്ക് ഉറച്ചു പോകുന്ന ഒരു സ്വാഭാവികമായ ഒരു സംഗതി. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇത് സ്ഥിരമല്ലേ ഈ ഒരു അനുഭവം? അയ്യോ, ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ ഇതര വൈദ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ആർഗ്യുമെന്റും. നമ്മൾ ഈ പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയുമല്ലോ. അതായത് സർജറി ചെയ്തു എന്നിട്ട് ഈ പൊടി കഴിച്ചു എന്നിട്ട് ആള് ഭേദപ്പെട്ടു എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കഴിച്ച പൊടി ആയത് കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഭേദപ്പെട്ടെന്ന് നമ്മൾ തോന്നിപ്പോ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി ആ സർജറി ചെയ്തതാണ് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിയത്. യെസ്, അപ്പോൾ ആ കരിമ്പൂച്ച സിൻഡ്രോമാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് അതിലൊരു ഹൈബ്രിഡ് ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതും സർജറി പോലെയുള്ള ഒരു സംഗതി എന്നിട്ടാണ് അതിൽ പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അയാൾ ബയോപ്സി ആണ് ചെയ്തത്, സർജറി അല്ല പറയുന്നെന്ന് പറയാം. അപ്പം ചില പേഷ്യൻസിൽ ഫുൾ സർജിക്കൽ റിസെക്ഷൻ ചെയ്തിട്ടാണ് ബയോപ്സിക്ക് വിടുന്നത്. അല്ലാതെ ബയോപ്സി മാത്രമല്ല ചെയ്യുന്നത്, സർജിക്കൽ എക്സിഷൻ ആൻഡ് ബയോപ്സി ആണ്. ബയോപ്സി അത് അയാൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, സർജറി ചെയ്തു എന്നിട്ട് ബയോപ്സിക്ക് വിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് മെസ്സേജസ്, കോൾസ് ഇതെല്ലാം വരുന്നുണ്ട് ഇനിയും. അപ്പോൾ നമുക്കത് കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും. അതുപോലെ കൂടുതൽ ഇതേപോലെ പറ്റുമെങ്കിൽ ഇതുപോലെ ഇവൻറ്റ്സിന് തന്നെ നേരിട്ട് വരിക. പിന്നെ എനിക്ക് തോന്നുന്നു എസെൻസിൻ്റെ റീജിയണൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുന്ന സമയത്ത് പലതിലും ചിലപ്പോൾ ഡോക്ടർ ആബി നേരിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് അവിടെ വന്ന് നേരിട്ട് സംസാരിക്കാം, ചോദ്യം ചോദിക്കാനുള്ള അവസരമൊക്കെ കൂടുതൽ അവിടെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥന, ആബിയുടെ സ്വന്തം ചാനലിൽ ഇതേപോലെ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യണം എന്നാണ്. ഒരു ലൈവ് പരിപാടി ചെയ്യാം. ഇപ്പം മനസ്സിലായല്ലോ, ഇതിപ്പോൾ ഞാനൊരു സൈഡിൽ ഇരുന്ന് തന്നാൽ മതിയല്ലോ. ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് വളരെ എളുപ്പമാണിത്. അപ്പോൾ ജസ്റ്റ് അവിടെ കാര്യങ്ങൾ വരുന്നു. ഫോൺ കോൾ ഇവിടെ ഉണ്ട്. കോയാ കോളിംഗ് പോലെ നമുക്ക് നമ്മളാ ഇതര വൈദ്യ കോളിംഗ് നമുക്ക് ഇതിനകത്ത് തുടങ്ങാം. അപ്പോൾ അതാണ്. അപ്പോൾ ആളെ കൊല്ലും ആധുനിക വൈദ്യം ലിറ്റ്മസ് 25 ഒക്ടോബർ 19 രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, എറണാകുളം. അപ്പോൾ കഴിയുന്നത്ര ആളുകൾ വരിക, നേരിട്ട് വന്ന് പങ്കെടുക്കുക. എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി ഡോക്ടർ ആബി. താങ്ക് യു. ഓക്കെ, ഫൈനലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇല്ല, എല്ലാവരും ഈ പരിപാടിക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. വളരെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ ഹെൽത്ത് കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും വരിക, കേൾക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. യെസ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.